ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ BJPക്ക് കഴിയുമായിരുന്നു. സമവായമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരാളെ തീരുമാനിക്കുന്നു, അത് നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്നതല്ല, നിങ്ങൾക്ക് കൂടി സ്വീകാര്യനായ ഒരാൾ എന്നതാണല്ലോ സമവായത്തിൻ്റെ ശക്തി. അതിന് എന്തുകൊണ്ട് തുനിഞ്ഞില്ല എന്ന് മാത്രമല്ല, ശ്രീമതി ഷമ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഒരു പ്രമേയം കൂടി പാസാക്കി. അപ്പോൾ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുക എന്നതാണോ തന്ത്രം? സമവായത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ വാക്ക് ഉച്ചരിക്കാൻ അർഹതയുള്ളവരത് ഉച്ചരിക്കണ്ടേ? കോൺഗ്രസിന്റെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള മുന്നണിയുടെ ഭാഗമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ്സുകാർ പറയുന്നു, കോൺഗ്രസ് ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചപ്പോൾ ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല. അപ്പൊ സമവായവും കൺസെൻസും ഒക്കെ ആദ്യം സ്വന്തം മുന്നണിക്കകത്ത് നടപ്പാക്കിയിട്ട് പോരെ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്? ഇവിടെ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മറ്റു മുന്നണിക്കാരുമായി ചർച്ച നടത്തി, കോൺഗ്രസുമായിട്ടൊക്കെ ചർച്ച നടത്തി. സ്വാഭാവികമായിട്ടും സ്പീക്കർ, ഭരണകക്ഷിയിൽ നിന്ന് സ്പീക്കർ വരുന്ന സമയത്ത് അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് സാമാന്യമായിട്ടുള്ള മര്യാദയാണ്. അവർ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകണമെന്ന് അവർ വാശി പിടിച്ചു, അവർ പോയി. പക്ഷെ ഇന്ന് എന്താ ഉണ്ടായത്? ആ തെരഞ്ഞെടുപ്പിൽ ഒരു സമവായത്തിലെത്താൻ അവർക്ക് സാധിച്ചില്ലല്ലോ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ആ സ്പീക്കറെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന് സംബന്ധിച്ചൊരു സമവായത്തിലെത്താൻ ആ മുന്നണിക്ക് സാധിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് നേരെ എന്തിനാണ് ആരോപണം ഉന്നയിക്കുന്നത്? അവിടെ ഇന്ന് എന്തുകൊണ്ടാണ് അവർ ഡിവിഷൻ ആവശ്യപ്പെടായിരുന്നത്? എന്തുകൊണ്ടാണ് വോട്ടിംഗ് ആവശ്യപ്പെടായിരുന്നത്? ഡിവിഷൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പൂച്ച പുറത്തായേനെ. ഇവരുടെ കയ്യിൽ ആവശ്യത്തിന് നമ്പർ ഇല്ല, ഇവരുടെ മുന്നണിയിൽ ഇവർ പറയുന്നത് പോലെ കെട്ടുറപ്പില്ല എന്നുള്ള കാര്യം പൊതുസമൂഹം ബോധ്യപ്പെടുമായിരുന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസ് മാത്രമല്ല, ഈ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ള MP-മാർ പോലും കൊടിക്കുന്നിൽ സുരേഷിന് വോട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോ സഭ മാനേജ് ചെയ്യുക, പാർലമെന്റ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു കലയാണ്. നിങ്ങൾക്കറിയാലോ, നേരത്തെ മുത്തലാഖ് ബില്ല് ചർച്ച ചെയ്ത സമയത്ത് കുഞ്ഞാലിക്കുട്ടി ദുബായിൽ എങ്ങനെ വിവാഹത്തിന് പോയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ നമുക്ക് ശശി തരൂര് ഇന്ന് കൊടിക്കുന്നിൽ സുരേഷിന് വോട്ട് ചെയ്യാൻ തയ്യാറില്ലാതെ മാറി നിന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് അദ്ദേഹം സഭയിൽ വന്നില്ല, ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് വന്നില്ല. പിന്നെ എമർജൻസിയുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകളിലൊന്നും പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ശശി തരൂർ ചെയ്തത് ആ കാര്യം തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ശശി തരൂർ തയ്യാറായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ്. എമർജൻസി എങ്ങനെയാണ് ശശി തരൂരിനെ പോലെ ഒരാൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? അപ്പൊ സ്വാഭാവികമായിട്ടും അത് ആ കാരണങ്ങൾ കൊണ്ടൊക്കെ അദ്ദേഹം വിട്ടുനിന്നിട്ടുണ്ടായിരിക്കാം. കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ട് മുത്തലാഖ് ബില്ലിന്റെ സമയത്ത് വിട്ടുനിന്നു? അതുപോലെ സഭ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ BJPക്ക് ഒരു വലിയ വിജയമുണ്ടായി. നോക്കൂ, പ്രോട്ടേം സ്പീക്കറുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം നടപ്പിലാക്കിയിട്ടുണ്ട്, സ്പീക്കറുടെ കാര്യത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ ഞങ്ങൾ നടപ്പിലാക്കി. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് എമർജൻസിയെ കുറിച്ച് എന്തിന് ചർച്ച ചെയ്യുന്നു? എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. നോക്കൂ, ഇവര് കൺസെൻസിനെ കുറിച്ച് പറയുന്നു. എന്റെ സ്വന്തം മുന്നണിക്കകത്ത് ഇന്ന് ആ പ്രമേയം വന്ന സമയത്ത് കോൺഗ്രസിനൊപ്പം പ്രതിഷേധിക്കാൻ സമാജ്വാദി പാർട്ടി ഉണ്ടായില്ല. എന്റെ DMKയുടെ TR ബാലു, രാഹുൽ ഗാന്ധിയുടെ തൊട്ടപ്പുറത്തിരുന്ന TR ബാലു എന്തുകൊണ്ട് കോൺഗ്രസിനൊപ്പം പ്രതിഷേധത്തിന് ഇറങ്ങിയില്ല? എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പ്രതിഷേധത്തിന് ഇറങ്ങിയില്ല? എന്തുകൊണ്ട് NCP പ്രതിഷേധത്തിന് ഇറങ്ങിയില്ല? കോൺഗ്രസ് ഒറ്റപ്പെട്ടില്ലേ എന്ന്? രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ആദ്യ ദിവസം സഭയ്ക്കകത്ത് അവരുടെ മുന്നണി പൊളിഞ്ഞ് പാളിസായില്ലേ? അവർ ഒറ്റപ്പെട്ടു പോയില്ലേ? TR ബാലു അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കടന്നയാളാണ്. എങ്ങനെയാണ് ഇന്ന് കോൺഗ്രസിനൊപ്പം പ്രതിഷേധിക്കാൻ രംഗത്തിറങ്ങാൻ സാധിക്കുന്നത്? സമാജ്വാദി പാർട്ടിയുടെ മുലായം സിംഗ് യാദവ് ജയിലിലായിരുന്നു, ലാലു പ്രസാദ് യാദവ് ജയിലിലായിരുന്നു. എങ്ങനെയാണ് ഇവർക്കൊക്കെ പ്രതിഷേധിക്കാൻ സാധിക്കുന്നത്? അപ്പൊ അടിയന്തരാവസ്ഥ പോലെ രാജ്യത്തെ ജനാധിപത്യത്തെ പിച്ച് ചിന്തിയിട്ടുള്ള ഭരണഘടനയുടെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെന്റിനെ ഇല്ലാതാക്കിക്കൊണ്ട് മനുഷ്യരുടെ എല്ലാ മൗലികാവകാശങ്ങളും റദ്ദ് ചെയ്തിട്ടുള്ള ഒരു ഇരുണ്ട കാലഘട്ടത്തെ കുറിച്ച് 1.5 ലക്ഷം മനുഷ്യരെ ജയിലടച്ച കാലഘട്ടം. ആരൊക്കെ? അടൽ ബിഹാരി വാജ്പേയിയും മൊറാർജി ദേശായിയും LK അദ്വാനിയും കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഒരുപാട് ജനനേതാക്കളെ ജയിലിലടച്ച് പീഡിപ്പിച്ച ആ ഇരുണ്ട കാലഘട്ടത്തെ കുറിച്ച് സ്പീക്കർ ഇന്ന് പാർലമെന്റിൽ ഓർമ്മിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് കോൺഗ്രസ് പറയുന്നത്. ആ ഓർമ്മകൾ വീണ്ടും വീണ്ടും മനുഷ്യരുടെ മനസ്സിൽ ഇരമ്പി വരുമ്പോ കോൺഗ്രസിന്റെ ഫാസിസ്റ്റ് മനോഭാവം, അവരുടെ പഴയ ചരിത്രം, ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാകുമെന്നുള്ള ഭയം കൊണ്ടാണ്. 1.5 ലക്ഷം മനുഷ്യരെ നിങ്ങൾ ജയിലടച്ചു. ആയിരക്കണക്കിന് മനുഷ്യരുടെ കബന്ധങ്ങളിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിയും നിങ്ങളുടെ നെഹ്റു കുടുംബവും നടത്തിയിട്ടുള്ള നരനായാട്ട്, കേരളത്തിൽ രാജനടക്കമുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ചരിത്രം, ഇതൊക്കെ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്?